കുവൈറ്റ് ഒളിമ്പിക് അസോസിയേഷനുമായിട്ട് ഒരുപാട് സംഘടനകളെ സാർ ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സാർ എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് വോളിബോൾ മത്സരത്തിന് തന്നെ കുവൈറ്റ് ഒളിമ്പിക് അസോസിയേഷന്റെ ബാനറിൽ ഒരു മത്സരം ഇവിടെ കുറച്ചു മുമ്പായിട്ട് നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെയുള്ള കുവൈറ്റിലുള്ള സംഘടനകളെ എങ്ങനെയാണ് സാറിന് സഹായിക്കാൻ വേണ്ടി കഴിയുക? എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രധാനപ്പെട്ട കായിക വിനോദങ്ങൾക്ക്, കായിക മേഖലയ്ക്ക് ഒരു കൺട്രോൾ ബോഡി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു സംവിധാനം ആയതുകൊണ്ട് നമുക്കൊക്കെ അതിനകത്തേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുവൈറ്റ് ഇത്രയും ചെറിയൊരു രാജ്യമാണ്. ഞാൻ പല സംഘടനകളോടും അവര് ഒരു പരിധിയിൽ കൂടുതൽ ഇതിനകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വളരെ കമ്മിറ്റഡ് ആണെന്ന് തോന്നുകയും ചെയ്തിട്ടുള്ള കുറച്ച് സംഘടനകളോട് ഞാനിങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാര്യം, ഒരു രാജ്യത്തെ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ രാജ്യത്തെ ആ ഒരു ഗെയിമിന്റെ ഒരു ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ, ആ സംഘടനയിലുള്ളവർക്ക് ആ ഒരു ഗെയിമിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കും അവരുടെ പ്രധാന മോട്ടോ. അവരൊക്കെ വളരെ നല്ല കായിക പ്രേമികളും വളരെ അപ്രോച്ചബിളും ആയിരിക്കും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഡ്വൈസ് പലർക്കും കൊടുത്തത്. ഇപ്പോ ഏതെങ്കിലും സംഘടന നല്ല രീതിയിൽ ഒരു മത്സരം നടത്തുന്നുണ്ട്, ആ മത്സരം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ അതിന്റെ ഗവേണിംഗ് ബോഡിയെ അപ്രോച്ച് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള മത്സരങ്ങളുടെ ഒരു പ്രൊഫൈലുമായിട്ട് അവരെ കാണുക. നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് അവരെ കൺവിൻസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മാത്രം ഉള്ളതാണ് ഇതുപോലത്തെ ഈ ബോഡീസ് എല്ലാം. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മള് BGFIയും കുവൈറ്റ് വോളിബോൾ അസോസിയേഷനും കൂടെ ചേർന്നിട്ട് വോളിബോൾ ടൂർണമെന്റ് നടത്തി. കുവൈറ്റ് വോളിബോൾ അസോസിയേഷന് ആകെ ഒരു മോട്ടീവേ ഉള്ളൂ, കുവൈറ്റിലെ വോളിബോൾ നല്ലതാണ്. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് പ്രവാസി ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് പ്ലേയേഴ്സും കൂടെ വന്നിട്ട് ഇവിടെ നല്ലൊരു വോളിബോൾ മത്സരം നടന്നാൽ അവർ തീർച്ചയായും അതിൽ സന്തോഷമുള്ളവരായിരിക്കും. അതുപോലെ എല്ലാ മത്സരങ്ങൾക്കും അതിന്റേതായിട്ടുള്ള ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്. ഇതുപോലെ മത്സരങ്ങൾ നടത്തുന്നവര് അവരെ ലീഗലായിട്ട് ഡോക്യുമെന്റൽ സപ്പോർട്ടോടുകൂടി അപ്രോച്ച് ചെയ്യുക. നമ്മുടെ ഉദ്ദേശശുദ്ധിയും നമ്മുടെ ട്രാൻസ്പെറൻസിയും അവർക്ക് മനസ്സിലായാൽ തീർച്ചയായിട്ടും അവർ സഹായിക്കും. അവരുടെ സഹായം എന്ന് പറയുന്നത് നമ്മുടെ ഈ കായിക വിനോദം വളരാനുള്ള ഒരു നല്ലൊരു വഴിയായി മാറും. അതിന് എനിക്ക് എന്തെങ്കിലും, എന്നെ സംബന്ധിച്ചോളം എന്റെ പേഴ്സണൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എന്റെ കഴിവിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അവസാനിപ്പിക്കേണ്ട ഒരു സമയത്തിലേക്ക് എത്തി വരുന്നുണ്ട് തന്നെ ഒരു ഒറ്റ ചോദ്യം കൂടി ഉണ്ട്. ഒരുപാട് മത്സരങ്ങൾ സാർ നിയന്ത്രിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ചില മത്സരങ്ങളിൽ മത്സരാർത്ഥികൾ ഒരു മത്സരത്തിന്റെ അവരൊരു അച്ചടക്കം മത്സരത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഒരു അച്ചടക്കം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് സാറിന് മത്സരാർത്ഥികളോട് പറയാനുള്ളത്? അവർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? ഒരു മത്സരത്തിനെ യഥാർത്ഥ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർക്ക് നൽകാനുള്ള നിർദ്ദേശം എന്താണ് സാർ? മത്സരം നടത്തുക, മത്സരം നിയന്ത്രിക്കുക, മത്സരം കാണുക. ഇത് മൂന്ന് തലങ്ങളാണ്. മത്സരാർത്ഥികളുടെ ഒരു മനസാന്നിധ്യം മത്സരം തീർന്ന് അതിന്റെ ഒരു റിസൾട്ട് വരുന്നത് വരെ വളരെ കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ ഇതിന്റെ ട്രെയിനിങ് സെഷൻ തൊട്ട് ഉള്ള ഒരു ഓറിയന്റേഷൻ വളരെ പ്രധാനമാണ്. പിന്നെ കാണികളുടെ ഒരു പക്വത, ഒരു കായിക സംസ്കാരം, അത് നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മത്സരങ്ങൾ കാണുന്നവർ എത്രത്തോളം അതിനകത്തുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ചെറിയ വിഭാഗമെങ്കിലും തങ്ങളുടെ പരാജയം ഒരിക്കലും തങ്ങള് അപരാജിതരാണ്, അങ്ങനെ ആ ഒരു മുൻവിധിയോടുകൂടി മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നവരും കാണാൻ വരുന്നവരും ഉണ്ട്. ആ ഒരു സമൂഹം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം,
നമ്മളെ പോലെ ആയിരങ്ങള് ആണ് ഈ മത്സരങ്ങൾ കാണുന്നത്. പിന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നത് തന്നെ ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ എഫേർട്ട് കൊണ്ടല്ല. നമ്മളെ പോലെ നൂറുകണക്കിന് ആൾക്കാർ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നവര് വർഷങ്ങളായിട്ട് അവരുടെ വിയർപ്പൊഴുക്കി കഴിവ് തെളിയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. റഫറിയെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരാർത്ഥി ഒരു മത്സരത്തിൽ കാണിക്കുന്ന മിസ്റ്റേക്കുകൾ പോലെ, ഇപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു ബാസ്കറ്റ് ബോൾ മത്സരത്തിൽ ഒരാളൊരു ബോൾ എടുത്ത് റിംഗിലേക്ക് എറിഞ്ഞു. 10 പ്രാവശ്യം എറിയുമ്പോഴായിരിക്കും ചിലപ്പം 1 എണ്ണം വീഴുന്നത്. 9 എണ്ണവും മിസ്റ്റേക്കാണ്. ആ മിസ്റ്റേക്കുകൾ പോലെ തന്നെ റഫറിയുടെ അടുത്ത് വരുന്ന ചെറിയൊരു മിസ്റ്റേക്കും ഒരു ടെക്നിക്കൽ, ആ ഒരു സാധാരണ മനുഷ്യന് പറ്റുന്ന ഒരു വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കാനും, അഥവാ റഫറിയുടെ അടുത്ത് മിസ്റ്റേക്ക് വന്നില്ലെങ്കിൽ കൂടി തങ്ങൾ പരാജയപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ റഫറിയാണ് എന്നുള്ള ഒരു നൈമിഷികമായ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രവർത്തനം കൊണ്ട് ഒരു കംപ്ലീറ്റ് ടൂർണമെന്റിന്റെ ആ ഒരു ഭംഗിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാതിരിക്കണമെങ്കിൽ കായികമായിട്ടുള്ള സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. വീട്ടിൽ നിന്ന് അത് തുടങ്ങണം. ഒരു മത്സരം നടക്കുമ്പോൾ, ഒരു ടിവിയിൽ ഒരു മത്സരം നടക്കുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും കൂടി ഇരുന്ന് മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിരാട് കോഹ്ലിയുടെ ഒരു LBW വിളിച്ചു. അവിടെ ഇരുന്ന് അച്ഛൻ പറയുന്നു, ഈ അമ്പയർക്ക് എന്തെങ്കിലും അറിയാവോ, ലെഗ് സ്റ്റമ്പിന്റെ നേരെ പോയ ബോളാണ്, പക്ഷെ ഔട്ട് വിളിച്ചു. ഇത്രയും വിവരം കേട്ട അമ്പയർമാരുണ്ടെങ്കിൽ എങ്ങനെ കളി നന്നാകും എന്ന് ചോദിക്കുന്നതിന് പകരം അവിടെ പറയേണ്ടത്, അമ്പയറുടെ വ്യൂവില് അത് ഔട്ടാണ്. കോഹ്ലിക്ക് പ്രശ്നമില്ല, ആ ടീമിന് പ്രശ്നമില്ല, പക്ഷെ ആർക്കാ പ്രശ്നം? കാണുന്ന നമുക്കാണ് പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യും? ഇത് പറഞ്ഞ് ആരെ വഷളാക്കുന്ന വളർന്നു വരുന്ന ഒരു തലമുറയെ റഫറിയോട് എങ്ങനെ മോശമായി പ്രതികരിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. റഫറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയല്ല, മറിച്ച് ഈ കുട്ടിയുടെ കളിയിലെ ഡിസിപ്ലിനെ എങ്ങനെ വയലേറ്റ് ചെയ്യാം എന്നുള്ളൊരു ബേസിക് എഡ്യൂക്കേഷൻ ഈ പേരൻസ് വീട്ടിൽ കൊടുക്കുകയാണ്. മറിച്ച് അവിടെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് പറയാം, അമ്പയർ വളരെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആള്, 15 വർഷത്തിൽ കൂടുതൽ സാധാരണ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒഫീഷ്യേറ്റ് ചെയ്താൽ മാത്രമേ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അദ്ദേഹം പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഈ ബോള് മിഡിൽ സ്റ്റമ്പിന് നേരെയോ അല്ലെങ്കിൽ ഓഫ് സ്റ്റമ്പിന് നേരെയോ എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവും. ബാക്കി ഉള്ള കാര്യത്തെ പറ്റി നമ്മൾ ബോധറിയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നതെങ്കിൽ ആ കുട്ടി വളരെ ഡിഫറന്റ് ആയിട്ടായിരിക്കും ഈ കാര്യത്തെ എടുക്കുന്നത്. ഇതുപോലെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്തും കളി എങ്ങനെ വീക്ഷിക്കണം, കളിയിൽ എങ്ങനെ പങ്കെടുക്കണം എന്നുള്ളൊരു അവബോധം നമുക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു മത്സരങ്ങളും ഒരു മോശമായിട്ടുള്ള അവസാനത്തിലേക്ക് ആ ഒരു മേഖലയിലേക്ക് കടക്കത്തില്ല. ഈ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു വന്ന പോലെ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഈ കളി പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനും ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. കാര്യം, കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കളി മാത്രമേ വരാറുള്ളൂ. കളിക്കകത്തുള്ള കളി പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും ആ കുട്ടിയുടെ കരിയറിനെയും കളിയിലെ ഡിസിപ്ലിനെയും ഒരു ടൂർണമെന്റിന്റെ സ്മൂത്ത് കണ്ടക്റ്റിനെയും ഇത് ബാധിക്കും. അപ്പോ ഇപ്പം ഇവിടെ നടക്കുന്ന മത്സരങ്ങളിലൊക്കെ ഇപ്പൊ വടംവലിയോ അതുപോലുള്ള വോളിബോൾ മത്സരങ്ങളിലും പഞ്ചഗുസ്തി മത്സരങ്ങളിലും ഫുട്ബോൾ മത്സരങ്ങളിലും എല്ലാം വലിയ ആൾക്കാർ, അമേച്വർ ടൂർണമെന്റും ഈ അസോസിയേഷനുകളുടെ ഒക്കെ ടൂർണമെന്റ് നടക്കുമ്പോഴും എല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് മത്സരം വീക്ഷിക്കാൻ വരുന്നവൻ ശരിയായ കണ്ണിലൂടെ അർഹതയുള്ളവൻ ജയിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും, മത്സരം പരാജയപ്പെടുന്ന ഒരു മത്സരാർത്ഥി വിജയിച്ചവനെ അംഗീകരിക്കാനുള്ള ഒരു സ്ട്രെങ്ത് അവനിൽ ഉണ്ടാക്കിയെടുക്കുകയും മാത്രം ചെയ്താൽ കളിയും വലുതാകും. സംഘടനകൾക്ക് ഈ മത്സരം വീണ്ടും നടത്തണമെന്ന് തോന്നുന്നു. എനിക്കറിയാവുന്ന പല സംഘടനകളും ഉണ്ട്, ഒറ്റ വർഷം അല്ലെങ്കിൽ 2 വർഷം മത്സരം നടത്തിയിട്ട് ഇതുപോലെ മറ്റുള്ളവർക്ക് വന്ന് വഴക്കിടാൻ വേണ്ടി ആയിരക്കണക്കിന് ദിനാർ മുടക്കി നമ്മൾ എന്തിനാ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണേ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ആ സംഘാടകരെ കൊണ്ടുപോകുന്നതിന് പകരം എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ പങ്കാളിത്തം കൊണ്ട് അവര് കുറച്ചുകൂടെ എഫേർട്ട് എടുത്തിട്ട് അടുത്ത വർഷം ഈ മത്സരം നല്ല രീതിയിൽ നടത്താൻ ഞാനൊരു ഭാഗമാകണം എന്ന് വിചാരിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാനും നിങ്ങളും പുതിയ തലമുറയും എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. സ്പോർട്സിനെ സ്നേഹിക്കുന്നവര് ആ ഒരു തലത്തിൽ കൂടെ ചിന്തിക്കണമെന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യമല്ല ഇന്ന് ക്രിക്കറ്റിൽ. കാരണം ഇന്ന് കായിക മത്സരങ്ങളുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംഘടനകൾ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവിടെ തന്നെ നമുക്കറിയാം, ഈ അമ്പയറിംഗ് മേഖലയിൽ ഒരുപാട് സാധ്യതകൾ ഏറി വരികയാണ്.
ഒരുപാട് മത്സരങ്ങൾ വരുന്ന സമയത്ത് വ്യത്യസ്ത മത്സരങ്ങൾ കാര്യങ്ങൾ അമ്പയറിങ്ങിനും അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഇത് വരും. ഇങ്ങനെ വരുമ്പോൾ അമ്പയറിംഗ് മേഖലയിൽ ഇപ്പോൾ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്ന സാറിന് എന്തൊക്കെയാണ് ഈ അമ്പയറിംഗ് മേഖലയുടെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സാറിന്റെ ഒരു കാഴ്ചപ്പാട്, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? മത്സരങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് വർദ്ധിക്കുന്നതനുസരിച്ച് ഒഫീഷ്യേറ്റിംഗ് പെർഫെക്റ്റ് ആണ്. ഇല്ലെങ്കിൽ അത് തീർച്ചയായും മത്സരത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കും. അതുകൊണ്ടാണ് നമുക്കിപ്പോ നാട്ടിലെന്നല്ല ഒരു ഒഫീഷ്യേറ്റിംഗിന്റെ ഒരു നമ്മളൊരു ഹയറാർക്കി എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു റഫറി ബേസിക് ലെവലിൽ ഒഫീഷ്യേറ്റ് ചെയ്യുക, പിന്നെ അവരുടെ സീനിയോറിറ്റിയും എക്സ്പീരിയൻസും പുതിയ ടെസ്റ്റുകളൊക്കെ പാസ്സാകുമ്പോൾ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ, അങ്ങനെ ഒളിമ്പിക്സിന്റെ സ്പെഷ്യൽ ഇവന്റ്സിന്റെ ലെവൽ, അങ്ങനെയൊക്കെ ഒരു ഹയറാർക്കി വരുന്നത് മത്സരങ്ങളുടെ ക്വാളിറ്റി കൂടുമ്പോഴാണ്. ഇപ്പൊ കുവൈറ്റിൽ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് മത്സരങ്ങള്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പല മത്സരങ്ങളും പല സംഘടനകളും മുന്നോട്ട് വരാൻ തുടങ്ങി, മത്സരങ്ങളുടെ ക്വാളിറ്റി കൂടാൻ തുടങ്ങി. നാട്ടിൽ നിന്ന് പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ഇവിടെയുള്ള സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും വേണ്ടി കളിക്കാരെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അത് വളരെ ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. നമുക്ക് അറിയാം, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ കായിക മത്സരങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്തൊരു ഘട്ടത്തിലായിരുന്നു. പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് സംഘടനകൾ ശരിക്കും മത്സരിക്കുകയാണ്. കായിക മേഖലയിലുള്ള മത്സരങ്ങൾക്ക് അതിന്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് പല മത്സരങ്ങളും. ഇങ്ങനെയുള്ള ഈ സമയത്ത് തന്നെ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എഞ്ചിനീയേഴ്സ് ഫോറം ഉണ്ട്, ഈവൻ മാധ്യമ പ്രവർത്തകർക്ക് മലയാളി മീഡിയ ഫോറം, ഇങ്ങനെ പല സംഘടനകൾ അവരുടെ ജോലി ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് പല അസോസിയേഷനുകളും അല്ലെങ്കിൽ പല സംഘങ്ങളുമായി കൂടിച്ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ തന്നെ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള സാറിനെ പോലെയുള്ള ആളുകൾക്ക് ഒരു സംഘം വേണം. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ ഞങ്ങളിപ്പോ ഒരു ഇന്ത്യൻ സ്പോർട്സ് ഫോറം എന്ന് പറഞ്ഞൊരു ചെറിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ ഒരു 95% പരിഗണനയും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല മത്സര തലങ്ങൾ സൃഷ്ടിക്കുക. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ, ഇന്ത്യൻ വോളിബോൾ അസോസിയേഷൻ കുവൈറ്റ്, IBA, IWAC, അങ്ങനെ പല സംഘടനകളും ഇപ്പൊ തന്നെ ഇത് നമ്മുടെ മദർ സംഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ സ്പോർട്സ് ഫോറവും അതിന്റെ കീഴിൽ എല്ലാ ഗെയിംസിനും വേണ്ടിയിട്ട് ഓരോ സംഘടന ചെറിയ സിസ്റ്റർ സംഘടനകളായിട്ട് നടത്തുക. അതിന്റെ അവർക്ക് ആനുവൽ ടൂർണമെന്റുകളും ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളും അതുപോലെ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാനിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ IBA സംബന്ധിച്ചിടത്തോളം 2 ഇന്റർ സ്കൂൾ ടൂർണമെന്റുകൾ ഓൾറെഡി നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് ഇന്ത്യൻ വോളിബോൾ അസോസിയേഷന്റെ ഒരു ടൂർണമെന്റ്, ഒരു ഇന്റർ സ്കൂൾ ടൂർണമെന്റ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ, ഇന്ത്യൻ സ്കൂൾ ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഒരു ടൂർണമെന്റ് നവംബറിലേക്ക് പ്ലാൻ ചെയ്യുന്നു. ടൂർണമെന്റുകൾ ആദ്യം നടത്താനുള്ള കാരണം ടൂർണമെന്റുകളിൽ നിന്ന് കുട്ടികൾക്ക് ഇതിന്റെ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം വ്യത്യസ്തമായ തലങ്ങളിൽ ഇവർക്ക് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും നല്ല കുട്ടികളെ പോസിറ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്യാനും വിദേശ രാജ്യങ്ങളിൽ പരിശീലനത്തിന് അയക്കാനും അതുപോലെ ഒരു വലിയൊരു മാസ്റ്റർ പ്ലാനിലാണ് ഇത് തുടങ്ങുന്നത്. ഇതിന്റെ വേറൊരു രണ്ടാമത്തെ ഇതിന്റെ പ്രധാനപ്പെട്ട ജോലി ഒഫീഷ്യേറ്റിംഗില് താല്പര്യവും എഫിഷ്യൻസിയും ഉള്ള കുട്ടികളെയും മുതിർന്നവരെയും ഇതിന്റെ പരിശീലനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുവൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയും കുവൈറ്റിലെ പല കായിക സംഘടനകളിലെയും എക്സ്പേർട്സിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കഴിവുകളെ എല്ലാത്തിനെയും കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ ഗെയിമിലും, ഇപ്പം എക്സാമ്പിൾ ബാസ്കറ്റ്ബോളിന്റെ ഒഫീഷ്യേറ്റിങ്ങിനോട് താല്പര്യമുള്ള കുട്ടികളെയും മുതിർന്നവരെയും ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി ഒരു ക്ലിനിക്കും ഒരു പരിശീലന കളരിയും ഏതെങ്കിലും സ്കൂളുകളുടെയോ സംഘടനകളുടെയോ സഹായത്തോടുകൂടി അവർക്ക് വേണ്ടി ഒരു പരിശീലന കളരിയും അവസാനം ഇവർക്കൊരു ഇവാലുവേഷൻ, ഇവർക്കൊരു ടെസ്റ്റ് പോലെ നടത്തിയിട്ട് അവരെ ഈ ഇന്ത്യൻ സ്പോർട്സ് ഫോറത്തിന്റെ അഫിലിയേറ്റഡ് റഫറിമാരായിട്ട് അപ്രൂവ് ചെയ്യുകയും ഫ്യൂച്ചറിൽ സംഘടനകൾക്ക് ഇപ്പം ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഒരു സംഘടനയ്ക്ക്
ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തണം. നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ക്വാളിറ്റി ഒഫീഷ്യൽസിനെ പ്രൊവൈഡ് ചെയ്യാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനുള്ള ഒരു വർക്ക് ഹൗസിലാണ് നമ്മൾ. അതിന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ ഈ സ്കൂളിന്റെ അവധി കഴിഞ്ഞ് സെപ്റ്റംബറിൽ സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ ഒഫീഷ്യൽസിന്റെ ആദ്യത്തെ ഒരു ക്ലിനിക്ക് നടത്തണം എന്നുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ നമ്മൾ. അപ്പൊ അതിന് എല്ലാവരുടെയും സഹകരണവും, ഇത് എന്നെ ശ്രമിക്കുന്ന ഈ കളിയോടും ഒഫീഷ്യറ്റിനോടും താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഇതിന്റെ ഭാഗമാകാം. ഇതിന്റെ ന്യൂസ് പേപ്പർ പരസ്യങ്ങളും മീഡിയ പരസ്യങ്ങളൊക്കെ പുറകെ വരും. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള അംഗത്വവും ട്രെയിനിങ്ങും എല്ലാം തീർച്ചയായിട്ടും 100% സൗജന്യമായിരിക്കും. ആകെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, കായിക മത്സരത്തിലും അത് മത്സരം നടത്തിപ്പിലും പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായും നമ്മുടെ അടുത്തുനിന്നുണ്ടാവും. ഈ ഇന്ത്യൻ സ്പോർട്സ് ഫോറം അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പം പുതിയതായിട്ട് വരുന്ന മേഖലകളിലേക്ക് നമുക്ക് ഉള്ള ഒരു പ്രധാന സംഭാവനയും അതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്ന സാറിന് പ്രത്യേകിച്ച് നമ്മുടെ abbasiya.today.comന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ വളരെ കൃത്യമായി വിലപ്പെട്ട ഈ സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സാർ ഇവിടെ പറഞ്ഞതുപോലെ സാറിന്റെ ഒരു പ്രതീക്ഷകൾ ഈ കായിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സാറിന്റെ പുതിയ പദ്ധതികൾ, അതിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് സാർ. അബ്ബാസിയ ടുഡേയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഒത്തിരി നന്ദി. പിന്നെ ഈ ഒരു അവസരം എനിക്കായി ഒരുക്കി തന്ന abbasiya.today.comന്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അതിന്റെ മാനേജ്മെന്റിനും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിൽ ഞാൻ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു കുറച്ച് സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കിട്ടതിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളുടെ കായികപരമായിട്ടുള്ള കഴിവുകൾക്ക് ഉപയോഗപ്രദമാവുമെങ്കിൽ ഞാൻ അതിലൊത്തിരി സന്തുഷ്ടനാണ്. abbasiya.today.comന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.